ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2260. ഇന്ന് മാർച്ച് മാസം 9-ാം തീയതി. ഈ ആണ്ടിലെ 68-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 22-ാം ദിനം. കനാന്യ സ്ത്രീയുടെ അപേക്ഷയും പ്രാർത്ഥനയും തന്നെയാണ് ഈ ദിനവും നമ്മളൊന്ന് ധ്യാനിക്കുന്നത്. അതൊരു അമ്മയുടെ അപേക്ഷയും പ്രാർത്ഥനയുമാണ്. അത്രത്തോളം പ്രതികൂല സാഹചര്യങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായിട്ടും അവൾ ഓരോന്നിനെ നേരിടുകയാണ്, അതിജീവിക്കുകയാണ്. എന്നിട്ടോ തമ്പുരാന്റെ സന്നിധിയിലെ പ്രാർത്ഥനയും ഭാഷണവും തുടരുകയാണ്. അവൾ എന്തിനാണ് വന്നത്? അവൾ എന്താണ് അപേക്ഷിക്കുന്നത്? എന്ത് കിട്ടാനാണ് അവൾ ആഗ്രഹിക്കുന്നത്? ഭൂതം ബാധിച്ച മകൾക്ക് വേണ്ടിയാണ് അവൾ ഇത്രത്തോളം ഉറച്ച വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത്. ഈ അമ്മയൊരു പ്രതീകമാണ്. ഈ പ്രാർത്ഥിച്ച ആള് ഒരു വലിയ മാതൃകയാണ്. സുബോധം നഷ്ടപ്പെട്ട ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ മാതൃകയും പ്രതിനിധിയാണ്. അത് പറയുമ്പം പിണങ്ങും, അംഗീകരിക്കാനായിട്ട് ഒട്ടും പറ്റത്തുമില്ല. ഈ തലമുറ എന്തുമാത്രം സുബോധമുള്ളവരാണ്. സുബോധമുള്ളവരെ വാർത്തെടുക്കുന്ന മുതിർന്ന തലമുറയും ഒരർത്ഥത്തിൽ പരാജയപ്പെട്ടില്ലേ? മാനം കെട്ടവരും മാനം കെടുത്തുന്നവരും ഏറുകയായി കാലത്ത്. ഇതിനിടയിൽ ബഹുമാനമുള്ള ആളുകളാവട്ടെ വല്ലാതെ കുറഞ്ഞു വരുന്നു, വല്ലാതെ ചുരുങ്ങി വരുന്നു. അങ്ങനെ ഒരു പുതിയ കാലത്ത് അതിൻ്റെ അവിവേകങ്ങളെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രാർത്ഥനയല്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് പ്രതിരോധിക്കുക? എന്തുകൊണ്ടാണ് ശരിക്കും പ്രവർത്തിക്കുക? നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ലക്ഷ്യം വല്ലാതെ ചെറുതായി പോയോ എന്ന് ഒന്ന് സംശയിക്കണ്ടേ? ഒന്നാമനാകുവാനായിട്ട് എന്തുമാത്രം മത്സരങ്ങളാണ് എല്ലായിടത്തും നടക്കുന്നത്. ഒന്നാമനാകാനായിട്ടുള്ള മത്സരങ്ങളല്ലാതെ മറ്റൊന്നും നമ്മുടെ പരിസരത്ത് കാണാനില്ല കേട്ടോ. നമ്മുടെ പൊതുസ്ഥലങ്ങളിലൊന്നും ഈ കുഞ്ഞുങ്ങളില്ല. പെരുന്നാളുകൾക്ക് തോരണം ചാർത്താനായിട്ട് അവരില്ല കേട്ടോ. മൈതാനങ്ങളിൽ അവർ പന്തുകളി നടത്തുന്നില്ല. മരണവീടുകളിൽ അവർ പഴയതുപോലെ ഒരുമിച്ചിരുന്ന് പാട്ടും പാടുന്നില്ല. മുത്തശ്ശന്മാരുടെ വിരൽത്തുമ്പുകളിൽ ഊന്നി അവരുടെ വടി പോലെ, ഊന്നുവടി പോലെ ഈ കുഞ്ഞുമക്കളെ തീരെ കാണുന്നുമില്ല. ഇതിനിടയിലാണ് കുറച്ചുകൂടി സുബോധം കിട്ടണമേ, കുറച്ചുകൂടി മകൾക്ക് സുബോധം കൊടുക്കണമേ എന്നൊരു അമ്മയുടെ പ്രാർത്ഥന. അത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. പുതിയ തലമുറയും കുറച്ച് പഴകിയ നമ്മുടെ തലമുറയും പ്രാർത്ഥനയോടുകൂടി. ആമേൻ.